ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ റൂം ഫുൾ കച്ചറായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി നീറ്റ് ആക്കണം. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം. ഇതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ട്, അത് വാഷിംഗ് മെഷീൻ ഉണ്ട്, അത് അതിൻ്റെ പണി അത് നോക്കിക്കോളൂ. അതുകൊണ്ട് അതിൽ ടെൻഷനില്ല, ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്താൽ ഇട്ടോളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് എന്തുണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കുറേ നേരമൊക്കെ ഇരുന്നിട്ട് ഫ്രിഡ്ജിനകത്ത് ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. അപ്പം ബീഫ് ഇതുവരെ ഒറ്റയ്ക്ക് ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ബീഫാണെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിലേക്ക് പോകാൻ നോക്കിയില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് ഇതൊക്കെയാണ്. ഈ പാത്രങ്ങളൊക്കെയാണ് നമുക്ക് കഴുകി വയ്ക്കണം. ഇതിൻ്റെ ഈ റൂമൊന്ന്, ഇത് കിച്ചണാണ്. ഈ കിച്ചണൊന്ന് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പം അതിൽ തൊട്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ പിടി. അതുപോലെ തന്നെ നല്ല വിശപ്പുമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദോശ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഓക്കെ. അങ്ങനെ ദോശയൊക്കെ ഏകദേശം ചുട്ട് തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് ദോശയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചുട്ട് മാറ്റി വെച്ച് നമുക്ക് ചായയും കൂടി ഇട്ട് കുടിക്കണം. അപ്പോൾ തേയില ഇട്ട് പഞ്ചസാര ഇട്ട് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതായിട്ടുണ്ട്, വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അങ്ങനെ ചായയും കുടിച്ചിട്ടാണ് ബാക്കി പരിപാടികൾ ചെയ്യാനുള്ളത്. അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബീഫ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ബീഫ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് റൂമും ക്ലീൻ ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ ബീഫ് കറി അടപ്പിട്ടിരുന്ന് വേവുന്നുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികളെല്ലാം തീർക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ റൂമെല്ലാം ക്ലീൻ ചെയ്തു. നമ്മളെ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുഡും കഴിച്ചിട്ട് കാപ്പിയും കുടിച്ചു. എന്തൊക്കെ ഉച്ചയ്ക്കുള്ള കറിയും വെച്ചു. ബീഫ് കറി എന്ന് വെച്ചു. ബീഫ് കറി അവിടെ ഉണ്ട്. കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വറ്റിപ്പോയി, എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ റൂമെല്ലാം നമ്മൾ സെറ്റാക്കി ക്ലീൻ ആക്കി അവിടെ കയറുന്ന പാത്രങ്ങളും കാര്യങ്ങളും ചപ്പചോറെല്ലാം വാരി മാറ്റിയാക്കി എല്ലാം ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മളെ പുറത്തെ ഗാർഡനിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും നല്ല ചൂടും കാര്യങ്ങളാണ്. അവിടെയാണ്, ബാക്കിലാണ് എൻ്റെ റൂം വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ റോഡിൽ കുറച്ച് നടന്നിട്ട് അവിടെ ഒരു മരമുണ്ട്, നമുക്ക് ഇവിടെ പോയിരിക്കാം. അപ്പം അവിടെ മൊത്തം ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. മുഖത്തൊക്കെ നല്ല ഇതടിക്കുന്നുണ്ട്, ഓയിലാവുന്നുണ്ട് മുഖക്കാർ. ഇവിടെ ഇതാണ് നമ്മുടെ ഗാർഡൻ വരുന്നത്. യത്തീം ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ജോലിയും ഇവിടെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ ബാക്കിലാണ് ഓണറിൻ്റെ വീട് വരുന്നത്. അപ്പോൾ അവിടെയാണ്. ഇവിടെ പോകേണ്ട ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ ചെടികളൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇപ്പം ഞാൻ പുറത്ത് അങ്ങ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്നത്. ഇപ്പം ഇതൊക്കെ മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് ഗ്രാസൊക്കെ മൊത്തം നട്ടിട്ടേക്കുന്നു. ഇവിടെ രാവിലെയും ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 5 മണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഗ്രാസിൽ മൊത്തം വെള്ളം ഒഴിക്കും. അപ്പം നല്ല രസമുണ്ട് കാണുന്നത്. ഇതാ വലിയൊരു മരം, അൽക്കേഷ്യയാണിത് മരം. നമ്മളെ നാട്ടിലുള്ളത് പോലെ തന്നെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. കൂടുതലും പിന്നെ ഗൾഫ് രാജ്യങ്ങളറിയാലോ, ഈന്തപ്പനകളാണ്. അതുപോലെ നമ്മളെ ഹൗസ് ഓണറിൻ്റെ വീട്ടിലും ഉണ്ട് ഈന്തപ്പന, ഇഷ്ടംപോലെ ഉണ്ട്. നല്ല രസമുണ്ടെന്ന് കാണാൻ. അത് അവിടെ ആയിട്ട് വരും എൻ്റെ റൂം, ആ ഭാഗത്തായിട്ട് റൂം വരും. അതുകൊണ്ട് നല്ല വെയിലടിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾ പറയുമോ ഇത് ഒരു മരുഭൂമിയുള്ള രാജ്യമാണെന്ന് പറയും. കാരണം ഫുള്ള് ചെടികളും കാര്യങ്ങളും അതാണ്, മരങ്ങളും. ഈ ഗാർഡൻ മുഴുവനും അത് തന്നെയാണ്. നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ബേക്കിലെ ഗ്രാസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട് പോയി അവിടെ കുളമുണ്ട്. മീനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് കുളമുണ്ട്. അത്യാവശ്യം നല്ല മീനുകൾ, നമ്മളെ നാട്ടിലെ മറ്റേ സിലോപ്പിയ കണക്കത്തൊക്കെ മീനൊക്കെ ഉണ്ട് ഇവിടെ. ഇത്രയും മരങ്ങളുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തണലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇതിനകത്ത് റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വെയിലാണ്. നല്ല മുഖത്ത് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു, നല്ല ചൂടും വെയിലായിരുന്നു. അപ്പോൾ അതാ ഇവിടെയാണ് ആ കുളം വരുന്നത്. ഇതാണ് ആ കുളം വരുന്നത്. അതിനകത്ത് അത്യാവശ്യം മീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വീഡിയോയിൽ കാണത്തുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. അതാ കുഞ്ഞു മീനുകളൊക്കെ ഓടി പോകുന്നുണ്ടോ. അതാണ്ട് ആമരൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വാട്ടർഫാൾസ് കണക്ക് മീനുകൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാഴ്ചയാണ് അതൊക്കെ. അവിടെ നിന്ന് ഇതിനകത്ത് ഒരു ചെറിയൊരു ഗാർഡനുണ്ട്.
നല്ല പച്ചപ്പരവധാനി വിരിച്ച് കിടക്കും പോലെ കാഴ്ചകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഭയങ്കര വെയിലായതുകൊണ്ടാണ് വീഡിയോ നേരെ കിട്ടാത്തത്. ഇപ്പോൾ വൈകിട്ടായി, ഏകദേശം 4 മണി കഴിഞ്ഞു. എങ്കിൽ കൂടി നല്ല വെയിലൂടെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കൂടെ നമുക്ക് അവിടെ പോയി ഇരിക്കാം. അവിടെ നല്ലൊരു മെൻ്റൽ വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ നല്ല കാറ്റും കിട്ടും, നല്ല തണലും ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു കൂളിങ് ഫ്രഷായിട്ട് എപ്പോഴും നിൽക്കാം ഈ ഒരു സ്ഥലത്ത്. ഇപ്പം ഞാൻ മിക്കപ്പോഴും സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കാൻ അത്യാവശ്യം നല്ലൊരു ഫീലാണ് ഇവിടെ ഇരിക്കാൻ. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ടൊരു കറക്റ്റ് ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്ധ്യാസമയമാണ്. ഒരു 6 മണി 7 മണി ആ ടൈമിലൊക്കെയാണ് ഇവിടെ ഇരിക്കാൻ കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള സമയം. ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഏകദേശം അസ്തമിച്ചിട്ട് ആകാശമൊക്കെ ഒരു റെഡ് കളറിൽ തന്നെ ഇരിക്കും. നമ്മളെ നാട്ടിലാകുമ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ഇരുട്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കറക്റ്റ് അറിയാലോ, ഗൾഫ് രാജ്യമായതുകൊണ്ട് തന്നെ ആ ഒരു ആകാശത്ത് ആ റെഡ് കളർ എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് 9 മണി കഴിഞ്ഞാലും കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ വന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അത്ഭുതത്തോടെ അത് നോക്കുമായിരുന്നിട്ടുണ്ട്. എന്താണ്, ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആകാശം ഇങ്ങനെ ചുവന്നതിൻ്റെ ഇടയ്ക്ക് ഇരുട്ടാറില്ല. ഇവിടെ ഏകദേശം 5 മണിയാകുമ്പോൾ സൂര്യൻ ഉദിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ 6-6:30 മണിയാണ്. ഇവിടെ പകൽ കൂടുതലാണുള്ളത്. അങ്ങനെയുള്ളതാണ്. അവിടെ ഒരു ഖജൂറിൻ്റെ മരം ഇവിടെ, ഈന്തപ്പഴത്തിൻ്റെ നിപ്പുണ്ട്. അത് കാച്ചിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈന്തപ്പഴം. ഇത് ചെറിയ കായതായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഒട്ടുമിക്ക ഉള്ള സ്ഥലത്തും കാച്ച് എല്ലാം വിളഞ്ഞ് പഴുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിപ്പോൾ കണ്ട, ഇത് ചെറുതാണ്. ഇത് ഗുണമുള്ള സാധനമല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വിശേഷങ്ങൾ. അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ AK ഡയറീസ് എന്നുള്ള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ വീണ്ടും ജോലിക്ക് പോകും. ജോലിക്ക് പോയിട്ട് പിന്നെ ഇനി അടുത്ത ഒരു വെള്ളിയാഴ്ചയാണ് എനിക്ക് ഓഫായിട്ട് കിട്ടുന്നത്. അപ്പം ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് ഞാൻ.